വേശിപ്പിച്ച ആരാണെങ്കിൽ സോണല്ല എന്താ മെഴുകുതിരി ഏതെല്ലാം 1 2 3 എടാ ഇതിൽ ഏതെല്ലാം ആ ഇവനെന്തിൻ്റെ സുഖേടാണിത് ഒന്നും അറിഞ്ഞിടാത്ത പാവം ചെക്കൻ. ഓ ഡാ കുമ്പസിച്ചാൽ മതി, ഒന്നിത്തിരി ഇറങ്ങി വരുമോ? ദൈവഭയമില്ലാത്ത നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടാ. ഇവനെപ്പോഴും ഇത് പറയാനേ ഉള്ളൂ, കാണാൻ കിട്ടാൻ. അളിയാ ഈ നാട്ടിൽ പെമ്പിള്ളേരൊന്നുമില്ലേ? എന്ത് പള്ളിയാണ്ടത്? എന്ത് ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എൻ്റെ മനസ്സിരിപ്പാണ്. എന്താ നാടേ? ഓളങ്ങൾ താളം തല്ലുമ്പോൾ നീലക്കുരുവി നീ എൻ്റെ മനസ്സിരിപ്പാണ്. അതൊന്ന് പിടിച്ചടാ ഇങ്ങോട്ട്. എന്നാലും ഇതുണ്ട് ഇതിനകത്ത് വല്ല എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും തുറന്നു നോക്കാം. എന്താണിത്? എന്താണെന്ന് എനിക്കറിയില്ല. കൊള്ളാമില്ല സാധനം. ഓജപ്പടം ഓച്ച എന്താണിത്? നീ അപരിചിതം കണ്ടിട്ടില്ലേ? അതിലുള്ളത് തന്നെ. അതിലെല്ലാം പുച്ചിക്കുന്നില്ലേ? ഓ നിങ്ങൾ വേണ്ട എപ്പോഴും ആ ഒരു വിചാരവും. ഇതിനാണ് ആ സ്പിരിറ്റിനെ വിളിച്ചത്. സ്പിരിറ്റ് ഞാൻ ഒരു 2 ഗ്ലാസ് വെച്ചിട്ട് എടുത്തന്നല്ലേ. അവിടെ നെല്ല് വേണ്ടേ? ഇതിനാണ് ആത്മാക്കളെ വിളിച്ചത്. ആത്മാവാ? എന്നാ പിന്നെ നീ വിളി, കാണാമല്ലോ നമുക്ക്. ഇത് അങ്ങനെ ഒന്നും വിളിച്ചാൽ വരില്ല. ഇത് രാത്രി വരെ ആണെങ്കിൽ അതുകൊണ്ടാ തിരുന്ന് വിളിച്ചാൽ നമുക്ക് പ്രത്യക്ഷരാകും. ഇതൊന്ന് പോടാ, ഇതൊക്കെ ഉടായിപ്പടാ. നീ പിന്നെ വിളി ആണ്ടേ. നമുക്ക് നോക്കാടാ. വാ നോക്കാം. എന്താണ് ഈ വീട്ടിലുള്ളത്? ആ മെഴുകുതിരി ഒന്ന് കത്തി. ഇല്ല കളികളായിട്ടല്ലേ വല്ല നടക്കും. നീ കത്തിക്കടേ, നമുക്ക് നോക്കാം. കത്തി ഇനി എന്താ ചെയ്യാൻ പറയാം. Good spirit, please come. Good spirit, please come. Good spirit, please come. മര്യാദക്കിരിടാ. എവിടെ ഞാൻ കണ്ടില്ല. എന്തിനാ വന്നാടാ? കുഴപ്പമില്ല. ഇപ്പൊ എന്താണ് ഈ വീട്ടിലുള്ള റൂമിനകത്ത് ചെയ്യണേ? എന്താ ചുമ്മാ ഇറക്കാം. ജിഷ്ണുടാ എന്താ ചുമ്മാ ഇരിടാ. നിനക്കെന്താടാ? ചുമ്മാ ഇടാ. ചുമ്മാ ഇരിടാ. പാതിരാത്രി ആരുടെ
അവൻ കഴിയിട്ട് വരാം. ഇവിടെ പോയി. ഇപ്പം എന്താണ്ട് പാതിരക്ക് തിരിച്ച് അക്ക വീട്ടിലുള്ള ആളി എന്ത് പറ്റിയടാ? ഡേയ്, അവിടെ എന്തോ ഉണ്ട്. എവിടെ നോക്കട്ടെ. ഇവന് പാതിരാത്രി ഉച്ചക്ക് എടുക്കണം. അവിടെ ഉണ്ടടാ. എന്താടാ എന്ത് പറ്റി? ഞാനല്ല. അയ്യോ അപരാധം. എന്ത് പറ്റി? ഇവിടെ എന്തോ ഉണ്ട് അളിയാ, ഇവിടെ എന്തോ ഉണ്ട്. ഞാൻ രാവിലെ നമ്മൾ പള്ളിയിൽ പോയിട്ട് പറഞ്ഞ വഴിക്ക് ഒരു ഓജ ബോർഡ് കിട്ടിയടാ. അത് കഴിച്ചിട്ടാണ് ഇത്രയൊക്കെ ഉണ്ടായത്. വരികടാ നിന്റെ ഒരു കാരണം. നീ കാരണമാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത്. ആര് കാരണം? നീ- മനുഷ്യ എടാ എന്ത് മണ്ടത്തരമാണ് നീയൊക്കെ കാണിച്ചത്. എടാ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത് നിങ്ങളെ ഉപദ്രവിക്കത്തൊന്നുമില്ല. എന്തെങ്കിലും ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി വന്നതായിരിക്കും. നിങ്ങൾ വാ, നമുക്ക് നോക്കാം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. ആരെയോ മെയിൽ? ഉമ്മാരിയൊക്കെ ഭ്രാന്തിട്ട് പാതിരാത്രി കളിക്കാൻ ഭ്രാന്താണ്. അല്ലോ എന്താണിത്? ആണെന്നാ പറഞ്ഞേ. ചെസ് വെച്ച് ഐ കെ ഐ എച്ച് ഷിജിത്ത്. എടാ നമുക്കിത് വേണോ? നമുക്ക് നാളെ നോക്കിയാൽ പോരെ? നാളെ രാവിലെ നോക്കിയാൽ പോരെ? വാടാ നമുക്ക് പോവാം. വാ എടാ വാടാ പോവാടാ. വാടാ പോവാം. നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാൻ കഴിയുമോ? ഞാൻ സ്നേഹിച്ച എൻ്റെ പെൺകുട്ടിയെ കാണാനാണ് ഞാൻ വന്നത്. അവളുടെ പേര് ഷാരിക. ഞങ്ങൾ അടുത്തത് വളരെ പെട്ടെന്നായിരുന്നു. ഞാനൊരു നാൾ അവളോട് ചോദിച്ചു തമ്മിൽ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ അവളെ കാണാൻ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റിൽ എനിക്ക് ടോണി എന്ന പേരുള്ളൊരു കൂട്ടുകാരനുണ്ട്. നിങ്ങൾ അവനെ പോയി ഒന്ന് കാണണം. നിങ്ങൾ അവനോട് പറയണം അവളെ കണ്ട് കാര്യങ്ങളെല്ലാം അറിയിക്കാൻ. അതാ ഇവനോട് ചോദിക്കാം. ബാബാ ചേട്ടാ ഇവിടെ അടുത്ത് ടോണി എന്ന് പറയുന്ന ആരെങ്കിലും അറിയോ? അതെ, ഞാനാണ് ടോണി. ഓ നിങ്ങളാണല്ലോ ടോണി. അവൻ്റെ പ്രണയിനെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എന്താ ചെയ്യുക? അവൻ നമ്മുടെ അടുത്ത് പറഞ്ഞാണ് നിന്റെ അടുത്ത് അതേപോലെ കാര്യം പറയണമെന്ന്. അവന് വളരെ ഒരു ആഗ്രഹം. അതൊക്കെ നടന്നില്ല. അതൊന്നും എന്താ ഞാൻ തങ്ങളുടെ അടുത്ത് എന്ത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കിങ്ങനെ പറയണമെന്നും ഞങ്ങൾക്ക് എന്ത് പറയണമെന്നൊന്നും. അവൻ്റെ മരണത്തിന് ഞാനാണ് ഉത്തരവാദി. ഫേക്ക് ഐഡി തുടങ്ങിയ ഞാനാണ് അവനെ വഞ്ചിച്ചത്. അങ്ങനൊരു കുട്ടിയില്ല. എനിക്കെന്ത് പറയണമെന്നും അറിയില്ല. ഞങ്ങൾ അവനെ കണ്ടു. അവൻ ഞങ്ങളോട് സംസാരിച്ചു. അങ്ങനെ ഒരു പെൺകുട്ടിയില്ല. അവൻ ഫേസ്ബുക്കിൽ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയതാണ്. അതിൽ അവന് വളരെ സങ്കടമുണ്ട്. അവൻ വളരെ സങ്കടത്തോടു കൂടിയാണ് നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം വിവരിച്ചത്. നിങ്ങൾ അവനോട് പൊറുക്കണം. എനിക്ക് സംഭവിച്ചതുപോലെ മറ്റൊരാൾക്കും സംഭവിക്കരുത്. നമുക്കിനിത് വേണ്ട. ഓ